റൂണിലെ ചാനലായി ഇവിടുന്ന് ചുമ്മാ ഒരു വെറൈറ്റി വേണ്ട ജീവിതത്തിൽ. മാവേലി നാടു നീടും കാലം പോലെ. പക്ഷേ Hello guys, this is Omfed Potato and you are watching Chemic Season 6 Haters Review. The preceding joke was brought to you by കുഴി ആപ്പ്. കെമിക്സിലെ കരടി പെറ്റുപെരുകി തീർന്നിട്ടില്ല. എവിടെ ചിന്തിക്കുന്നു അവിടെ ടോയ്ലറ്റ് എന്ന് പറയുന്ന കണക്ക് എവിടെ നോക്കുന്നു അവിടെ കരടിയുടെ മോൻ എന്നതാണ് ഇപ്പത്തെ അവസ്ഥ. തിരിച്ചു ഓറുകളിൽ എത്തിയപ്പോഴത്തേക്കും ആർക്കന്റെ പുതിയ മോനെ കണ്ടു. അതിനുശേഷം നമ്മൾ ടെറക്കോട്ട മന്ദന ഡെസേർട്ട് ബയോമിൽ പോയപ്പോ ആരായി നിക്കുന്നേ? ആ കൊച്ചിന്റെ സന്തോഷം കണ്ടില്ലേ? അച്ഛൻ ഇസ് പ്രൗഡ്. കരടിയും പഴവും പാണ്ടയും കൂടെ ഒരു ബ്ലേസ് ഫാം പണിയാൻ തീരുമാനിച്ചു. കണക്കൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാവണം 2 വട്ടം ഫാം മൊത്തം മാറ്റി പണിയേണ്ടി വന്നത്. നെക്സ്റ്റ് ഓർഡർ ബിസിനസ് ഒരു പ്രൈവറ്റ് ബ്ലേസ് ഫാം ഉണ്ടാക്കലായിരുന്നു. ഒരുത്തനോട് ചോദിച്ചു എന്ത് ഡൈമെൻഷൻ വേണമെന്ന്. അവൻ വായി തോന്നിയ നമ്പർ വിളിച്ചു പറഞ്ഞു. നമ്മൾ അതനുസരിച്ച് കെട്ടി പോവുകയും ചെയ്തു. പക്ഷെ പിന്നെയാണ് അതിലുള്ള പ്രശ്നം മനസ്സിലാക്കിയത്. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞ നമ്പർ വായി തോന്നിയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാം വെട്ടിപ്പൊട്ടിച്ച് പിന്നെയും പണിതു. രണ്ടാമത് അവൻ പറഞ്ഞ നമ്പറും തെറ്റ്. ഒന്നുകൂടെ വെട്ടിപ്പൊട്ടിച്ച് പിന്നെയും പണിതു. 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ഞങ്ങൾക്ക് 2.5 മണിക്കൂറാണ് എടുത്ത്. അതറിയും. കോഴികള് മുട്ട ഇടുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് മുട്ട എടുക്കല്. അങ്ങനെയല്ല എടുക്കേണ്ടത്, അങ്ങനെയല്ല എടുക്കേണ്ടത്, അങ്ങനെയല്ല അങ്ങനെയല്ല പറ്റും എന്നെ കൊണ്ട് പറ്റും പൊട്ടന്മാരെ, അങ്ങനെ അല്ലടാ. ഞാൻ പറഞ്ഞുതരാം എല്ലാരുടെ കയ്യിലും തരാം, എല്ലാരുടെ കയ്യിലും ഞാൻ തരാം. എന്റെ മുട്ട എത്ര? എന്റെ മുട്ട അല്ല, മുട്ട എങ്ങോട്ട് തന്നെ? നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? മുട്ട എങ്ങോട്ട് തന്നെ? മുട്ട കയ്യിൽ കിട്ടിയാലേ ഞാൻ ചെറിയ തരും. ഇനി മുട്ടയിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞു ഇവനെയൊക്കെ ഞാൻ കൊല്ലും. ഞാനല്ല, ഞാൻ മനുഷ്യനല്ലേ പുള്ളേ. അങ്ങോട്ട് ഫ്ലാഷ് ബാക്ക്. ആൻഡ് എന്നെ നോക്കി നല്ലൊരു സ്കെച്ച് കിട്ടായിരുന്നു. അയ്യോ, ആരാണ്? നമ്മുടെ പേര് രശീദ്. നിന്റെ ഫ്രണ്ട് തന്നെയാണ് ഞെക്കിയത്? അല്ല, ബാക്ക് വേണ്ട. ഓ, എന്തൊരു ചളിയാടോ. ചളിവാരിയൊക്കെ തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി? അടുത്ത് നെക്കിന് താഴെയാ, നെക്കിന് താഴെ. കണ്ടോ? ഞാൻ ഏരിയ പോലും ഞെക്ക് ഞെക്ക് ഞെക്ക്, എല്ലാരും ഞെക്ക്. എന്റെ മുട്ട ഞാൻ പോകുന്നു. ബൈ ബൈ. खत्म. बाय बाय, टाटा, गुड बाय, गया. പൈസ കൊടുത്ത് പോയിട്ടുണ്ടാവില്ല. ഞാൻ കണ്ട്. പാണ്ടയുടെ വാക്ക് കേൾക്കാതെ മുട്ട എടുക്കാൻ നോക്കിയതുകൊണ്ട് ഡൂക്ക് മുട്ട എൻഡിന്റെ പാർപ്പവകാശം മൊത്തത്തില് പാണ്ട ഏൽപ്പിച്ചു. ഒരു എൻഡ് എന്ന് പറയുന്ന ഡയമെൻഷനിലുള്ള എല്ലാ പകർപ്പവകാശവും നമ്മൾ പാണ്ടയ്ക്ക് എഴുതി കൊടുത്തു. ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് കേട്ടോ. കെമിക്സിലെ ഇലക്ഷൻ പ്രചരണം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. BJPയും KSUവും തമ്മിൽ കടുത്ത മത്സരം തന്നെയാണ് അരങ്ങേറുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റോ? നമ്മള് നാളെയും കാണണ്ടേ? നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ?
ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. ഹിറ്റ്ലർ നാട് വാഴ്ച അവസാനിപ്പിക്കുക. അല്ല അങ്ങനെ കത്തില്ലേ? രണ്ടാമരമായി മുന്നിക്കുന്നത്. രണ്ടാമത്തെ ഹിറ്റ്ലറിന്റെ നാട് വാഴ്ച അവസാനിപ്പിക്കുക. ജയ് ജയ് ബിജെപി. സുഡൂക്ക് എന്ത് പറഞ്ഞാലും സുഡൂക്ക് രാജിവെക്കണം. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. കോഴ നിങ്ങളുടെ തട്ടിപ്പ് എല്ലാം കണ്ടുപിടിച്ച് കോഴ ഇത് കോഴയല്ല വാഴ, ഇത് ക്യാരറ്റ് ആണ്. ലോകപൊട്ടറാണ്. ചേട്ടാമാര് ഫ്ലെക്സ് ചെയ്യണമൊക്കെയാണ്, നമുക്കൊന്നും ചിറകില്ലെന്നുള്ളതിന്റെ അഹങ്കാരം. എന്ത് പറ്റി? കേസുവിന് ചിറകില്ലേ? കേസുവിന് കൊമ്പ് മാത്രമേ ഉള്ളൂ. ഒരു ക്ലൗണിനെ നിങ്ങൾ കാണുന്നില്ലേ? ക്ലൗൺ അല്ലേ ഞങ്ങൾ കാണുന്നുണ്ട്. വിശ്വസിക്കുന്നത് കൂട്ടുകാരെ, താങ്കൾ പിഴിഞ്ഞൊഴിച്ച ആ ചോരയാണ് അവിടെ കാണുന്നത്. മൊട്ടയുടെ കളിയാക്കലിൽ മനം നൊന്ന അൾട്രോൺ പ്രതികാരദാഹത്തോടെ ഡയമണ്ട് കുഴിക്കാനൊരു കുഴികുഴി യന്ത്രം തന്നെ പണിതു വെച്ചു. എന്തായാലും അൾട്രോൺ പണിത യന്ത്രം അൾട്രോണിന് തന്നെ പണിയായിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡയമണ്ട് ടൂമർ. 10 TNT അറ്റ് എ ടൈം പൊട്ടി ഡയമണ്ട് വാരി കോരി തരുന്ന ഇവനാണ് ഡയമണ്ട് ടൂമർ. ഭയങ്കരം തന്നെ. നമുക്ക് നോക്കി നോക്കാം അത് വർക്കാവുന്നുണ്ടോ അത്. ഓക്കെ, ചേടാ ഫ്രണ്ടിലെ സ്പേസ് ഇത്തിരി കുറഞ്ഞു പോയി. ഫ്രണ്ടിലെ ഫെൻസ് ഒക്കെ പോയി. ഓക്കെ, എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ നിഗമനം. നമുക്ക് നോക്കി നോക്കാം. അയ്യോ 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 അയ്യോ, എന്തോ ഇഷ്യൂ. 1 hour later. $2,000 years later. കെമിക്സിലെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റില് കടകൾ പണി തുടങ്ങിയിട്ടുണ്ട്. എലൈട്ര ആദ്യമായി കണ്ടെത്തിയത് തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പഴവും കരടിയും പാണ്ടയും കൂടെ ഒരു എലൈട്ര ഷോപ്പ് തന്നെ പണിതു വെച്ചു. അടുത്തതായി സച്ചിൻ പണിത് വെച്ച തടിക്കടയുടെ ഉദ്ഘാടന കർമ്മം. ഒന്നാതെ എന്റെ ഭരണത്തിൽ പലരും ഇവിടെ ഓരോന്നോരോന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇനി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അവന്മാര് പറയും ഞാൻ ഇനി അത് പൈസ മേടിച്ചിട്ടാണ് അതാണ് ഇതാണെന്ന്. എന്റെ പൊന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. ഞാനിവിടെ കൈയടിക്കും. സച്ചിന്റെ പൈസ കാണും. സച്ചിൻ ഒരു ബ്ലോക്കാണ്. എന്നെ കത്രി കൊണ്ട് വരണമെന്ന് പറഞ്ഞ കൈ പോയല്ലോ. എല്ലാരും ഐസ്ക്രീം സോഹ 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 ഐസ്ക്രീം ഞാൻ വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പൊട്ടി ഞാൻ തരാം. എവിടെ ഉദ്ഘാടിക്കടേ. ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന് കരുതപ്പെടുന്ന പാണ്ഡയെ കുറിച്ച് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാണ്ഡയുടെ ഫ്രണ്ടാണെന്ന് അവകാശപ്പെടുന്ന ടോം എന്ന വ്യക്തി നടത്തിയ വെളിപ്പെടുത്തലുകൾ പാണ്ഡയുടെ കെമിക്സിലെ സാന്നിധ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് പാണ്ഡ്യല്ലേ? ഇത് പാണ്ഡ്യടേ. ഇവനാണെങ്കിൽ നേരത്തെ എന്തോ ഒരു സാധനത്ത് ഇങ്ങോട്ട് വാടാ. ഞാൻ ടോം. എടാ പാണ്ഡ്യ, നിനക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച വരെ നമ്മൾ ഒരുമിച്ച് കക്കാൻ പോയതും സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പോയതും ഒക്കെ നീ മറന്നോ? ഇത് ഞാൻ ഉദ്ദേശിച്ച പാണ്ഡ്യ തന്നെയല്ലേ ഇത്? ഇവിടെ ഒരു പാണ്ഡ്യ മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും പൈററ്റ് ആണോ? ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാ. കുഞ്ഞു കുഞ്ഞു വലിയ വലിയ ഷിപ്പുകളിൽ കയറി വെപ്പൺസ് ഡയമണ്ട്സ് ഇതൊക്കെ അടിച്ചു മാറ്റലാണ് ഞങ്ങളുടെ ജോലി. അല്ലടാ? ഹായ് കരടി, വെൽക്കം ടു ദ ഹെൽ. ഞാൻ എല്ലാം പറഞ്ഞല്ലേ, ഇവനോട് പറഞ്ഞതിരിക്കട്ടെ, നാട്ടുകാരോടെ ചെന്ന് ഇത് പറയരുത്. ആരും അറിയില്ല മല്ലയ്യ. എന്നാൽ ഇതൊക്കെ ചെവി തൊടാതെ കേട്ട കരടി പാണ്ഡയെ കുറിച്ചുള്ള സത്യങ്ങൾ അങ്ങാടിപ്പാട്ടാക്കി. എന്തായാലും കരടിക്ക് കിട്ടിയ മഞ്ഞപ്പത്രവും ബാലുവണ്ടി എന്ന പ്രത്യേക അവാർഡ് ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു തരേണ്ടി വരത്തില്ല എന്നാണ് തോന്നുന്നത്. പാണ്ഡ ഒന്നും പറഞ്ഞില്ല. അവനെ കണ്ടിട്ട് ദിവസങ്ങളായി. അന്ന് എനിക്കൊരു കഥ പറയാനുണ്ട്. 1 hour later. എന്താ പാണ്ഡ അവനെ അതാണ് മറ്റേ പുള്ളി പറഞ്ഞ വേറൊരുത്തിന്റെ കൂടെ വന്നിട്ട് പോർട്ടൽ പൊട്ടിച്ചാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ അങ്ങേരാ. അത് തന്നെ. Meanwhile, പാണ്ഡ്യനെ ഇവിടെ എവിടെയും കണ്ടായിരുന്നു. എന്താണ് മിസ്റ്റർ? എനിക്കൊരു വാക്ക് തരണം. ഒരു പുസ്തകം തരാം, അതിനകത്ത് ഇഷ്ടം പോലെ വാക്കുണ്ട്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഞാനിപ്പോ പറയാൻ പോണ കാര്യം വേറെ ഒരുത്തിനും അറിയാൻ പാടില്ല. ആദ്യത്തെ ദിവസം അവനെ കണ്ടപ്പോ അവൻ പറഞ്ഞില്ല അവന്റെ കൂടെ ഒരുത്തും കൂടി ഉണ്ടായിരുന്നു എന്ന്. ഇന്നലെ ഞങ്ങൾ അവനെ കണ്ടു. അവൻ മുങ്ങി മരിച്ചില്ലല്ലേ?
ഞാൻ വിചാരിച്ച മുങ്ങിപ്പോ ചത്തിലാണോ. ആ ടോം എന്ന് പറഞ്ഞിട്ടാണ് പേര്. അവന്റെ റിയൽ നെയിം ജാക്ക് പാണ്ഡെയാണ്, ജാക്സ് പാണ്ഡ. The next day. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനമായപ്പോഴാണ് ആർക്ക് എന്നൊരു ചാത്തന്റെ സത്യം നമ്മൾ മനസ്സിലാക്കിയത്. ഒരു സീക്രട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ വായ അടഞ്ഞിരിക്കത്തില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താ, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും അറിഞ്ഞു പാണ്ഡയുടെ ആ ഒരു സീക്രട്ട്. എങ്ങനെ ഇരിക്കണം? അടുത്ത ദിവസം തന്നെ നാട്ടുകാരെല്ലാം അറിഞ്ഞ് പാണ്ഡേനെ ഷിപ്പിലിട്ടിട്ട് അങ്ങ് വളഞ്ഞു. ഞാൻ കാണുന്ന എല്ലാവരും കൂടെ നമ്മുടെ പാണ്ഡേനെ വളഞ്ഞു നിൽക്കുന്നതാണ്. സത്യങ്ങളെല്ലാം വെളിയിലായിരിക്കുന്നു. ഇനി എല്ലാത്തിനും കാരണക്കാരനായിരുന്ന നമ്മുടെ കരടീനെ ഒരു സ്ഥലത്തും കാണാനില്ല എന്ന് പുള്ളിയെ കണ്ടിട്ട് കുറച്ചധികം നാളായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാണ് അവസാനം നമ്മൾ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത് ഈ ഒരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനിടെ കരടിയെ പറ്റിക്കാൻ മൊട്ടയും മറ്റു ചിലരും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. നാട്ടുകാരെ മൊത്തം പറ്റിച്ച് ജീവിക്കുന്ന കരടിയെ ഇവർ ഇനി എങ്ങനെയാണോ പറ്റിക്കാൻ പോകുന്നതെന്തോ. എങ്ങനെ പറ്റിക്കാനാണ്? എന്തെങ്കിലും ഒരു ഐഡിയ എന്താണ്? ഇയാളെ എവിടെയും വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് കൂട്ടത്തോടെ പേടിപ്പിക്കാം. സത്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അടിക്കാം, എന്നിട്ടും സത്യം പറയാം. വിരട്ടി 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 സത്യം പറയിപ്പിച്ചിട്ട് തല്ലിക്കൊല്ലേ. വയലൻസ് വയലൻസ് വയലൻസ്. ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്, ബട്ട് വയലൻസ് ഐ കാൻറ്റ് അവോയ്ഡ്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇയാൾ ഉറങ്ങി കിടക്കാൻ എടുത്തോണ്ട് പൊന്നെ പോലെ കൊണ്ടു കിടക്കുന്ന ഒരു വെള്ളക്കുതിരയുണ്ട് ഇവിടെ. അതിനെ നൈസായിട്ട് അങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേറൊരു കാര്യമുണ്ട്, ചെറിയ സോംബീസിനെ കണ്ടിട്ടുണ്ടോ? അതെല്ലാം അവന്റെ മക്കളാണെന്നാണ് പറയണത്. കരടിക്ക് സോംബിയ എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. വല്ല അവിഹിതമായിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല ഇൻഫർമേഷൻ ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ, അതായത് ഇത് അവിഹിതം, ആരുമായിട്ടുള്ള അവിഹിതമാണ് അങ്ങനെ വല്ല ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ ഇവിടെ, മറ്റേ സോംബിഫൈഡ് പൊട്ടറ്റോ എന്ന് പറയുന്ന റിപ്പോർട്ടറിന്റെ അവന്റെ കൊടുത്ത് നമുക്ക് അവനെ നാട്ടിക്കാം. കണ്ണിൽ കാണുന്നവരെയൊക്കെ പാർട്ടിയിൽ ചേർക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് മൊട്ട. കുശാഗ്ര ബുദ്ധിക്കാരനായ മൊട്ട ദരിദ്രനും പാവപ്പെട്ടവനുമായ നോവയ്ക്ക് കൊടുത്ത ചില വാഗ്ദാനങ്ങൾ വരാൻ പോകുന്ന ഇലക്ഷന്റെ ഫെയർനെസിനെ വരെ ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങളും അവന്മാരെ കൂടെ കൂടിയല്ലേ ഉള്ളിൽ പ്ലോട്ട്. അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പം വിത്തൗട്ട് ഡയമണ്ട് കൊടുക്കണ്ടല്ലോ, ഡയമണ്ട് ബ്ലോക്ക് കൊടുക്കണ്ടല്ലേ. പാവപ്പെട്ട എനിക്ക് ഡയമണ്ട് ഉള്ളത് പറഞ്ഞപ്പോ അങ്ങ് തരാന്ന് പറഞ്ഞു, കൂടെ നിന്നാ മതി പറഞ്ഞു, നിക്കാന്ന് പറഞ്ഞു. എന്നാ ഞാനൊരു ഓഫർ തരാം. ഒരു 6 ഡയമണ്ട് ബ്ലോക്ക് അങ്ങ് തരും. ആ ഡയമണ്ട് ബ്ലോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് മേടിക്കാമല്ലോ. ഞാൻ അവിടെ നിന്ന് പോയി സംസാരിച്ചോട്ടെ, അവരെന്താ പറഞ്ഞു നോക്കട്ടെ. അവർക്ക് ഇനി ഓഫർ ഡബിളായാലോ. ഇവിടെ ആറ് പറഞ്ഞു, അവിടെ വേറെ പറഞ്ഞാലോ. നിങ്ങൾ ഒരു അത്യാഗ്രഹിയാളോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അങ്ങനെ പ്രതികാരവും ഇലക്ഷനും കുരുട്ടുബുദ്ധിയും ഒക്കെ ആയി കെമിക്സിൽ വല്ലാത്തൊരു കോലത്തിലായിട്ടുണ്ട്. കെമിക്സിനെ ആരൊക്കെ എങ്ങനെയൊക്കെ കോലം കെടുത്തുന്നു എന്ന് കാണാൻ അവർ തന്നെ ആലോട്ട് വിട്ടോ, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഇനി മറ്റു ചില ചെറിയ കാഴ്ചകൾ. ഒരുത്തമെന്ന് പറയുന്നു ഞാൻ ഭയങ്കര മാന്യനാണെന്ന്, വേറൊരുത്തമെന്ന് പറയുന്നു അവനൊരു പൈററ്റ് ആണെന്ന്, എന്നിട്ട് വേറെ കുറെ പേര് വന്ന് പറയുന്നു അവൻ വേറൊരു സ്ഥലത്തായിരുന്നു, അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ വേറെ എവിടെ പോയിട്ട് വന്നതാണ്, അവിടെ ചിറകുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്. എന്തുവാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. റെഡി മൈ ബോയ്. ചെറുക്കൻ പണി തുടങ്ങി. ഇപ്പൊ പൊട്ടും ഷീൽഡ് പിടിച്ചു. അവനെ ഹീലി അവനെ ഹീലി അവനെ ഹീലി ജനാല ആക്ടിവേറ്റ് ആയിട്ടും ഇങ്ങനെ ചാടാണ്ട് ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടേ എനിക്കങ്ങ് സഹിച്ചില്ല. നല്ല ബാക്ക്. ഇനി ഇന്നത്തെ അവാർഡുകൾ. ഡ്രാഗൺ മുട്ടയെ കുറിച്ചുള്ള വ്യക്തവും സ്പഷ്ടവുമായ ധാരണയുള്ള പാണ്ഡയെ കെമിക്സിലെ അസ്ഥാന ആനോട്ടയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കെമിക്സോളുകളെ അതിവിദഗ്ധമായി പറ്റിക്കുകയും കെമിക്സിനെ മൊത്തത്തിൽ വെറുപ്പിക്കുകയും ചെയ്യുന്ന പൈറേറ്റ് കിങ് ജാക്സ് പാണ്ഡയ്ക്ക് ഗൂൺ ഓഫ് ദ കെമിക്സ് അവാർഡ് കൂടെ നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റ് കെമിക്സോളുകൾക്ക് നിങ്ങൾ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ അവാർഡുകൾ കമന്റിൽ വാരി വലിച്ചിടുക. കൂടുതൽ വീഡിയോസ് കാണുവാൻ സബ്സ്ക്രൈബ് ബട്ടണിൽ TNT ഇട്ട് പൊട്ടിക്കുകയും ബെല്ലൈക്കണിന് തീ ഇടുകയും ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അരിഗാത്തോ ഗോസൈമാസ്.